നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റേറ്റ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പോത്താനിക്കാട് സ്വകാര്യ ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം, 8 പേർക്ക് പരിക്ക്. പോത്താനിക്കാട് ആയങ്കര ഭാഗത്ത് ശനിയാഴ്ച രാവിലെ 8ഓടെയാണ് അപകടം. അലുമിനി അസോസിയേഷന്റെ ഉദ്ഘാടനവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. മുൻ പ്രിൻസിപ്പൽമാരെയും പൂർവ്വ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെയും പുതിയ കെട്ടിട സമുച്ചയത്തിന്റെയും പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് മാത്യു കുഴൽനാടൻ MLA. ദ്വിദിന NSS മേഖലാതല പരിശീലനത്തിന് തുടക്കമായി. പരിശീലനം ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ. കോതമംഗലം MLA ആന്റണി ജോൺ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ആവോലി പഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 90ഓളം വിദ്യാർത്ഥികൾക്കാണ് മെമ്മന്റോ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പോത്താനിക്കാട് സ്വകാര്യ ബസും ഗ്യാസ് ടാങ്കറും കൂട്ടിയിടിച്ച് അപകടം. ആയങ്കര ഭാഗത്ത് ശനിയാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ 8ഓളം പേർക്ക് പരിക്കേറ്റു. പോത്താനിക്കാട് സ്വകാര്യ ബസും ഗ്യാസ് ടാങ്കറും കൂട്ടിയിടിച്ച് അപകടം. പോത്താനിക്കാട് ആയങ്കര ഭാഗത്ത് ശനിയാഴ്ച രാവിലെ 8ഓടെ ഉണ്ടായ അപകടത്തിൽ 8ഓളം പേർക്ക് പരിക്കേറ്റു. കാളിയാട് ഭാഗത്തുനിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും എതിർദിശയിൽ വരികയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ പോത്താനിക്കാട് ആശുപത്രിയിലും തുടർന്ന് കോതമംഗലത്തെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. പോത്താനിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായ സ്ഥലത്തിന് സമീപമാണ് ഇന്ന് അപകടമുണ്ടായിരിക്കുന്നത്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെയും പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെയും പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 1 പതിറ്റാണ്ടായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങി പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത ശോചനീയാവസ്ഥയിലായിരുന്നു KSRTC ബസ് സ്റ്റേഷൻ. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4.25 കോടി രൂപയും KSRTC വകുപ്പിൽ നിന്ന് 2.75 കോടി രൂപയും ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. ഈ KSRTCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു പരാജയത്തിൻ്റെ കൂടി അല്ലെങ്കിൽ എൻ്റെ ഒരു പരിമിതികളുടെ കൂടി ഒരു പ്രതിഫലനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ജനപ്രതിനിധി അല്ലെങ്കിൽ MLA ആയി വരുന്നത്. സ്വാഭാവികമായിട്ടും ആത്മാർത്ഥതയും കഠിനാധ്വാനം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ. ഞാനിവിടെ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു തവണ എൻ്റെ ഒരു സ്ത്രീ എൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു. അപ്പോൾ അവർ വളരെ പൊളൈറ്റായിട്ടും വളരെ മാന്യമായിട്ടുമാണ് എന്നോട് സംസാരിച്ചത്. അങ്ങ് മൂവാറ്റുപുഴ MLA ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിലാണ് മൂവാറ്റുപുഴ. ഞാൻ യാത്രാ മധ്യേ ഇവിടെ ഇനി എനിക്ക് അടുത്ത കോട്ടയം ബസ്സിന് പോകാനുള്ളതാണ്. എനിക്ക് അത്യാവശ്യമായി ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കേണ്ടതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. സോ ഇറ്റ് വാസ് എ വെരി പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ. ഒരു ലേഡി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഉത്തരവില്ലാതെ നമ്മൾ തലകുലിക്കേണ്ട അവസ്ഥയിൽ എത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ വേറെ ഒന്നുകൊണ്ട് പറഞ്ഞതല്ല, എന്നെ പോലെ എനിക്കിപ്പോൾ അങ്ങനെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കാൻ പറ്റും. എനിക്കിപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിലോ മറ്റൊന്ന് പോകാൻ സാധിക്കും. പക്ഷെ ഇതിന് കഴിയാത്ത എത്രയോ സ്ത്രീകൾ ഇവിടെ വരുന്നതാണ്. അങ്ങ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും സാധാരണക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രയാസവും വെല്ലുവിളിയൊക്കെയാണ് എന്ന് സൂചിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MLAമാരായ ജോസഫ് വാഴക്കൻ, ജോണി നെല്ലൂർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS അലിയാർ, KP അബ്രഹാം, ഷെൽമി ജോൺസ്, വാർഡ് കൗൺസിലർ ജോസ് കുര്യാക്കോസ്, MA മുഹമ്മദ് ബഷീർ, KM പരീത്, KM സലീം, സാബു ജോൺ, സുഭാഷ് കടക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു. അലുമിനി അസോസിയേഷന്റെ ഉദ്ഘാടനവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. മുൻ പ്രിൻസിപ്പൽമാരെയും പൂർവ്വ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് അലുമിനി അസോസിയേഷന്റെ ഉദ്ഘാടനവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസ്മേറ്റ്സിനെ കാട്ടിട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് വിരിഞ്ഞ
ആ സന്തോഷം, അതെ, ഒരുമിച്ച് ആകുന്നതിൻ്റെ പഴയകാല ഗതകാല സ്മരണകളെ ഓർത്തെടുക്കാൻ കിട്ടുന്ന ഒരു അപൂർവ മുഹൂർത്തം. 25 വർഷമായി ഈ ഹയർ സെക്കൻഡറി ആരംഭിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, 89 വർഷമായി ഇത് ഹൈസ്കൂളായി പ്രവർത്തിച്ചു. ഇത്ര ഒരു നീണ്ട പാരമ്പര്യമുള്ള ഈ അക്ഷര മുത്തശ്ശിക്ക് ചുക്കാൻ പിടിച്ചവർ ഒരുപാട്. ദീർഘവീക്ഷണമുള്ള മാനേജ്മെന്റ്, അധ്യാപക സമൂഹം, ഒപ്പം നിന്ന മാതാപിതാക്കൾ, ഒത്തിരി സ്വപ്നം കണ്ട മൂവാറ്റുപുഴ നിവാസികൾ, ഇവിടെ പഠിച്ചിറങ്ങിയ ഒരുപാട് പ്രിയ വിദ്യാർത്ഥിനികൾ, ഏവർക്കും ഇന്ന് സന്തോഷിക്കാം. കാരണം ഒരു സ്നേഹ കൂട്ടായ്മ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്റേതെന്ന അവകാശത്തോടു കൂടി ഈ സ്കൂളിന്റെ മുറ്റത്തേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഇവിടെ അസോസിയേഷനായി ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. പാവനാത്മ എഡ്യൂക്കേഷൻ കോർപ്പറേറ്റ് കൗൺസിലർ സിസ്റ്റർ ഗ്ലോറി CMC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രിൻസിപ്പൽമാരെയും പൂർവ്വ അധ്യാപകരെയും ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റാണിറ്റ്, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് സുനു ജോർജ്, പൂർവ്വ അധ്യാപകർ എന്നിവർ പ്രസംഗിച്ചു. 200-ലധികം പൂർവ്വ വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആവോലി പഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 90ഓളം വിദ്യാർത്ഥികൾക്കാണ് മെമ്മന്റോ നൽകി ആദരിച്ചത്. ആവോലി പഞ്ചായത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഉദ്ഘാടനം നിർവഹിച്ചു. റാങ്ക് ജേതാക്കളും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. 90 കുട്ടികളെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് മുള്ളൻകുഴി അധ്യക്ഷത വെച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ജോർജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫാൻ VS, സെൽബി പ്രവീൺ, ശ്രീനി വേണു തുടങ്ങിയവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്വിദിന NSS മേഖലാതല പരിശീലനത്തിന് തുടക്കമായി. കോതമംഗലം MLA ആന്റണി ജോൺ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സാങ്കേതിക സർവകലാശാല NSS സെല്ലിന്റെ NSS വോളണ്ടിയർമാർ, സെക്രട്ടറിമാർക്കുള്ള ദ്വിദിന മേഖലാതല പരിശീലനം ജ്വാല 25-ന് ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി. കോതമംഗലം MLA ആന്റണി ജോൺ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുവതലമുറ ലഹരി വസ്തുക്കളുടെ പുറകെ പോകുമ്പോൾ NSS പോലുള്ള സന്നദ്ധ സംഘടനകൾ സമൂഹത്തിൽ വഹിക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. ഞാൻ അത് സൂചിപ്പിച്ചത്, സാങ്കേതിക മികവുള്ള എഞ്ചിനീയർമാരായി മാത്രം നിങ്ങൾ വന്നാൽ പോരാ, നിങ്ങൾ നല്ല മനുഷ്യരായി കനിവുള്ളവരായി മാറണമെന്ന് പലപ്പോഴും മുഖ്യമന്ത്രി പറയാറുണ്ട്. അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, കനിവുള്ളവർ കൂടിയാകണം നമ്മൾ കുട്ടികൾ എന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ മാറി തീരാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ NSSലൂടെയുള്ള പ്രവർത്തനം നിങ്ങളെ സഹായിക്കും. അതിന് ചിട്ടയായ നമുക്കറിയാം, ഏത് രംഗത്തും നമ്മൾ ഏത് മേഖലയിലേക്കും കടന്നു പോകുമ്പോൾ കൃത്യമായ പരിശീലനവും ഗൈഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി നമുക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഇതിൻ്റെ ഈ സംവിധാനത്തെ ആകെ നിയന്ത്രിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറി തീരാൻ കഴിയട്ടെ. അതിന് സാങ്കേതിക സർവകലാശാല NSS സെൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരുൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോളേജ് മാനേജർ VU സിദ്ദിഖ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫൈസൽ MH, NSS എറണാകുളം റീജിയണൽ കോർഡിനേറ്റർ പ്രൊഫസർ സിജോ വർഗീസ്, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം റീജിയണൽ കോർഡിനേറ്റർ പ്രൊഫസർ ഷിജു രാമചന്ദ്രൻ, ഇലാഹിയ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺകുമാർ M, വോളണ്ടിയർ സെക്രട്ടറി ഷിഹാന ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 2 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടത്തപ്പെടും. ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുമായി 100-ലധികം വോളണ്ടിയർമാർ, സെക്രട്ടറിമാർ എന്നിവരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഗതാഗത നിയന്ത്രണത്തിന് മാറ്റം വരുത്താൻ ധാരണ. റോഡ് വികസനം മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത തടസ്സം നീക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന് മൂവാറ്റുപുഴ ട്രാഫിക് സബ് ഇൻസ്പെക്ടറുമായി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങൾ നടത്തിയ ചർച്ചയിൽ ഗതാഗത നിയന്ത്രണത്തിന് മാറ്റം വരുത്താൻ ധാരണ. കച്ചേരിത്താഴം മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള ഇരുഭാഗത്തേക്കും 2 വീലറുകളും 3 വീലറുകളും ഗതാഗതം അനുവദിക്കാനാണ് ധാരണയായിരിക്കുന്നത്. നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ ദേശീയപാത 85-ലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് സർക്കാരാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യവാങ്മൂലം പിൻവലിച്ച് റിവ്യൂ പെറ്റീഷൻ നൽകണമെന്നും MP.
ദേശീയപാത 85-ലെ നേര്യമംഗലം മുതൽ വാളട വരെയുള്ള ഭാഗത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് സർക്കാരാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. നിർമ്മാണം തടയുന്ന ഹൈക്കോടതി വിധിയുണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി മൂലമാണ്. ദേശീയപാതയിൽ നിർദ്ദിഷ്ട വികസന പ്രവർത്തനം 10 മീറ്റർ വീതിയിലാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് തർക്കം ഉന്നയിച്ചത് വനംവകുപ്പാണെന്നും എന്നാൽ ഹൈക്കോടതി റോഡ് ഉൾപ്പെടെയുള്ള 30 മീറ്ററിൽ വനംവകുപ്പിന് ഒരു അധികാരവുമില്ലെന്ന് കണ്ടെത്തിയിരുന്നതായും ഡീൻ കുര്യാക്കോസ് MPയും ഫാർമേഴ്സ് അവയർനെസ് ആൻഡ് റിവൈവൽ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സിജിമോൻ ഫ്രാൻസിസ് ആണ്. അദ്ദേഹം കുട്ടമ്പൾ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ നൽകപ്പെട്ട റിട്ട് പെറ്റീഷനാണ് 2024 മെയ് മാസം 28-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുഷ്താഖ് മുഹമ്മദ് ജഡ്ജ് നിർദ്ദിഷ്ട അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ പിന്തുണ നൽകുന്ന വിധത്തിലുള്ള ഒരു വിധി പ്രസ്താവന നൽകിയത്. 2024 മെയ് മാസം 28-ാം തീയതി പുറത്തു വന്ന ആ വിധിയിൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, NH85 എന്ന് പറയുന്ന ദേശീയപാത അതിൻ്റെ പള്ളിവാസൽ മുതൽ നേര്യമംഗലം വരെയുള്ള മേഖല നേരത്തെ സർക്കാർ തന്നെ 30 മീറ്ററായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാലങ്ങളായി അംഗീകരിക്കാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതിൻ്റെ ചരിത്രം അറിയുന്ന മാധ്യമപ്രവർത്തകരെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 30 മീറ്റർ വീതി എന്നുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണം, അത് പ്രാവർത്തികമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ശ്രീ സിജുമോൻ സമീപിച്ചത്. ഇതിനിടെ BJPയുടെ പരിസ്ഥിതി വിഭാഗം നേതാവ് MN ജയചന്ദ്രൻ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നൽകിയ റിട്ട് ഹർജിയാണ് ഇപ്പോൾ വിധിയുണ്ടായിരിക്കുന്നതെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം ഹർജിക്കാരനെ സഹായിക്കുന്ന നിലയിലായിരുന്നെന്നും MP ആരോപിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് റിവ്യൂ കൊടുക്കുന്നില്ല ഈ വിധിക്ക്. എന്തുകൊണ്ടെന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് റിവ്യൂ കൊടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. പക്ഷേ സർക്കാരിൻ്റെ അനുമതി ലഭിക്കാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രീ MN ജയചന്ദ്രനെ സഹായിക്കുകയായിരുന്നു. ശ്രീ MN ജയചന്ദ്രൻ ഡിസംബർ 2-ാം തീയതി, അതായത് 2024 ഡിസംബർ 2-ാം തീയതി അദ്ദേഹം നൽകിയ റിവ്യൂ പെറ്റീഷൻ ഹൈക്കോടതി തള്ളി. അപ്പോൾ ഇതേ MN ജയചന്ദ്രൻ തന്നെ മറ്റൊരു ഹർജി ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയുടെ ബെഞ്ചിന് മുൻപാകെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി ഫയൽ ചെയ്തിരുന്നു. ആ കേസിൻ്റെ വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അനുകൂലമായി നമ്മുടെ ഡെവലപ്മെൻറ്റ് വർക്കിനും നാഷണൽ ഹൈവേക്കും അനുകൂലമായി വിധി നൽകിയപ്പോൾ ആ വിധിയെ സെറ്റിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി റിവ്യൂ നൽകിയത് ഡിസംബർ മാസത്തോടുകൂടി അസാധുവായി പോകുന്നു, തള്ളപ്പെടുന്നു. എന്നാൽ ഇതിന് മുന്നോടിയായി തന്നെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ മറ്റൊരു റിട്ട് പെറ്റീഷൻ ശ്രീ MN ജയചന്ദ്രൻ ഫയൽ ചെയ്യാൻ ആ കേസിന്റെ വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഹർജിക്ക് പിന്നിൽ സർക്കാരും വനംവകുപ്പും ചേർന്നുള്ള ആസൂത്രിതമായ ഈ ഗൂഢാലോചനയാണ്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യവാങ്മൂലം പിൻവലിച്ച് റിവ്യൂ പെറ്റീഷൻ നൽകണമെന്നും MP ആവശ്യപ്പെട്ടു. അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റും ഭാഷാ സമര അനുസ്മരണവും നടത്തി. മൂവാറ്റുപുഴ ഉപജില്ലാ തലത്തിൽ അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റും ഭാഷാ സമര അനുസ്മരണ സമ്മേളനവും നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KM അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. വിവിധ തലങ്ങളിൽ നിന്നും 2-3 സ്ഥാനം നേടിയവർക്കുള്ള സമ്മാനദാനം വാർഡ് കൗൺസിലർ ജിനു മടേക്കൽ നിർവഹിച്ചു. ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.